ഒരു ഉപദ്രവകാരിയാണോ? ആൾക്കാരൊക്കെ നമ്മൾ രൂക്ഷമായിട്ട് നോക്കും. അങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ പറയുക. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ലൊക്കേഷനിലേക്കാണ് പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ കാഞ്ഞാറിലേക്കാണ്. അപ്പോൾ നമ്മൾ മഴയൊന്നും ഇല്ലാത്ത സമയത്ത് നോക്കി ഇറങ്ങിയതാണ്. മഴ പെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യില്ല. അപ്പോൾ ഇനി നമുക്ക് കാഞ്ഞാറ് എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ക്യാമറയൊക്കെ ഓഫാക്കി വെച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോഴാണെങ്കിൽ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ഉദ്ദേശിച്ചാണ്. പക്ഷെ മഴയൊന്നും ഇല്ല, ജസ്റ്റ് വെയിൽ കളിയാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഉച്ച സമയമാണ്, 1 മണി 2 മണിക്കൊക്കെ കിടക്കുകയാണ്. പോകുന്ന വഴിക്കൊരു അടിപൊളി വെള്ളച്ചാട്ടമൊക്കെയാണ്. അപ്പോൾ ഈ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിട്ടോ. ഒരു സൈഡ് ആറ, ഒരു സൈഡിലെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലം, വിശാലമായിട്ട് ഇങ്ങനെ റോഡ് കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടോ ഇതിലൂടെ വണ്ടി പോയിട്ടുണ്ട്. കാഞ്ഞാറിൽ നിന്ന് വലിയ ദൂരമൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഒരു കിലോമീറ്റർ താഴെ നമ്മൾ ജസ്റ്റ് ഒരു 2 വളവ് കഴിഞ്ഞ് എത്താവുന്ന സ്ഥലമാണ്. പിന്നെയാണെങ്കിൽ മെയിനായിട്ട് നമ്മുടെ ദൃശ്യവും ആഡിറ്റോ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെല്ലാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് കേട്ടോ. നമ്മുടെ ദൃശ്യം സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു ഇതേ സ്ഥലത്തായിരുന്നു. അപ്പം ഇവിടുന്ന് ജസ്റ്റ് കുറച്ച് ഉള്ളിലേക്ക് പോയാൽ മതി. നമ്മൾ ഈ കാർ കിടക്കുന്ന അവിടുന്ന് ജസ്റ്റ് ഒരു 100 മീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഈ ലൊക്കേഷൻ. ആൾക്കാരൊക്കെ നമ്മൾ രൂക്ഷമായിട്ട് നോക്കുക ക്യാമറയൊക്കെ ആയിട്ട് പോകുമ്പോഴേ. പിന്നെ ഒറ്റപ്പെട്ടേക്കൊരു സ്ഥലമൊക്കെ ആയതുകൊണ്ടേ. അപ്പോൾ ഇതാണ് നമ്മൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ പറയുക. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻഡ് വരെ നമുക്കൊന്ന് പോവാം. നമ്മൾ വേറെ ആരും ഇല്ല കേട്ടോ, നമ്മളും കുറച്ച് കന്നുകാലികളും പിന്നെ മാത്രമേ ഉള്ളൂ. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ജസ്റ്റ് കാഞ്ഞാറിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി സംസാരിക്കാം കേട്ടോ. തന്നു പോവോ? ജസ്റ്റ് ആണ് ഇതിലൂടെയൊക്കെ മഴയൊക്കെ പെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം കയറുന്ന കേട്ടോ ആറ്റിന്ന്. അപ്പോൾ ആണെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വന്ന സമയം എന്തായാലും നന്നാണ്, മഴ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കാഞ്ഞാറാണ്. പിന്നെയാണ് ഈ ഇരുവിലാപ്പൂഞ്ചിറ ഇവിടെ നിന്ന് ജസ്റ്റ് കാണാം. ഈ കാണുന്നതാണ് ഇരുവിലാപ്പൂഞ്ചിറ, അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് കാഞ്ഞാർ ആറെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ വലിയ ഒഴുക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വൈഡ് ആയിട്ടുള്ള വ്യൂ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ഇവിടെ വേറെ ആരുമില്ല, നമ്മളും കുറച്ച് കന്നുകാലികൾ മാത്രം. സമാധാനം ശാന്തതയായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് ഞാൻ ഇപ്പോൾ വരുന്ന വഴി കാണിച്ചില്ലായിരുന്നു, അവിടെയായിരുന്നു നമ്മുടെ ദൃശ്യവും ആഡിറ്റവും ഒക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനൊക്കെ. മറ്റേ പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റപ്പ് ആക്കിയത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇരുവിലാപ്പൂഞ്ചിറ കാണാം അടിപൊളിയായിട്ട്. അതിൻ്റെ ഒരു വൈഡ് ആയിട്ടുള്ള വ്യൂ ഇവിടുന്ന് കാണാം. പിന്നെ ആണെങ്കിൽ നമുക്ക് തുമ്പിച്ച് കാണാം. ഇവിടുന്ന് എല്ലാം മലയൊക്കെ നല്ല രീതിയിൽ ഓപ്പൺ ആയി കിടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നമുക്ക് ക്യാമറയൊക്കെ എന്തോരം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ചെറുതായിട്ടൊരു കാലാവസ്ഥ ഉച്ച സമയം വന്നോണ്ടേ. അപ്പോൾ വേറെ ആരും തന്നെ ഇല്ല, നമ്മളും കുറച്ച് കന്നുകാലികൾ മാത്രം. ശാന്ത സമാധാനമായിട്ട് ഇരിക്കുന്ന സ്ഥലം. ഒരു ഉപദ്രവകാരിയാണോ? അപ്പോൾ കുഴപ്പമില്ല. വേറെ ഒരു പരിസരത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പുറത്തെ സൈഡ് വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ഫുള്ളാണ് ഈ ഫോറസ്റ്റ് പോലെ ഇങ്ങനെ കാട് പിടിച്ച് തേക്കും കുപ്പ് കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഇവിടെ ആയിട്ട് ചെറിയ വീടുകളുണ്ട്. പിന്നെ വന്ന വഴിക്ക് ഇഷ്ടമാതിരി വീടുണ്ട് കേട്ടോ. നമ്മൾ മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളവിടുന്ന് ജസ്റ്റ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു കട്ടിങ് ആയിട്ട് ഇറങ്ങി വന്നാണ് ഇവിടെ നിൽക്കുന്നത്. വീട്ടിൽ ഇരുന്നപ്പോൾ ചുമ്മാ ഇരുന്നപ്പോൾ ക്ലാസ്സൊന്നും ഇല്ലാതെ ഇരുന്നപ്പോൾ ചുമ്മാ ഇറങ്ങിയതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ കൂടെ എടുക്കാൻ നേരത്തെ ഇറങ്ങിയതായിരുന്നു. അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മോട്ടോ ബ്ലോഗ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.